നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട. ഒരിക്കൽ കൂടി നമുക്ക് പറയാം. എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ. യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്. സ്നേഹം നിറഞ്ഞ റാപ്സനച്ച പ്രിയ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരന്മാരെ, ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്ക് പരസ്പര സന്തോഷത്തോടെ സ്തുതി പറയാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ഫലമായ സമാധാനത്തെക്കുറിച്ചുള്ള ക്ലാസ് തുടരുകയാണ്. മനസ്സിന് സമാധാനം കിട്ടുന്നവരെ ക്ലാസ് ഉണ്ടാവും. നമ്മളെല്ലാവരും ആവർത്തിക്കുകയാണ്, നമ്മളെല്ലാവരും ജീവിതത്തിൽ കൂടുതൽ ആഗ്രഹിക്കുന്നത് സമാധാനമാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും അല്ലെ, ഏറ്റവും അത്യാവശ്യമായിട്ടുണ്ടായിരിക്കേണ്ടത് മനസ്സിൻ്റെ സ്വസ്ഥതയാണ്, സമാധാനമാണ്. നമുക്ക് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും, ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും, നമ്മുടെ അങ്കിളാണ് പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാലും നമുക്ക് സമാധാനം വേണമെങ്കിൽ അല്ലേ നമ്മൾ തന്നെ പരിശ്രമിക്കണം. അല്ല, എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. മനസ്സിന് സ്വസ്ഥതയില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാകുകയില്ല, സന്തോഷമുണ്ടാകുകയില്ല. നമുക്കൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, ഒരു രോഗപീഠയുണ്ടാകുമ്പോൾ, പ്രതികൂല സാഹചര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നഷ്ടപ്പെടുന്നത് എന്താ? സമാധാനമാണ്, സ്വസ്ഥതയാണ് നഷ്ടപ്പെടുന്നത്. പരീക്ഷ ജയിക്കാതിരിക്കുമ്പോൾ അല്ലേ, ജോലി നഷ്ടപ്പെടുമ്പോൾ, സാലറി സമയത്ത് കിട്ടാതിരിക്കുമ്പോൾ, അങ്ങനെയൊക്കെയുള്ള അവസരങ്ങളിലെല്ലാം നമുക്ക് നഷ്ടപ്പെടുന്നത് സമാധാനമാണ്. സാലറി കിട്ടുമെന്നറിയാം, ജോലി കിട്ടുമെന്നറിയാം, എന്നാലും അത് കിട്ടുന്നത് വരെ നമുക്കൊരു ഒരു സ്വസ്ഥതയുമില്ല. അങ്ങനെ മനസ്സമാധാനമില്ലാതെ ജീവിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി തീർന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. അല്ലേ? ഇനി സമാധാനം കിട്ടിയില്ലേലും കുഴപ്പമില്ല അല്ലേ ടീച്ചറെ? അപ്പോൾ പ്രിയമുള്ളവരെ, എന്താണ് പരിശുദ്ധാത്മാവിൻ്റെ ഫലമായ സമാധാനമെന്ന് പറയുന്നത്? എല്ലാ ക്ലാസ്സിലും ആവർത്തിക്കാറുള്ളതാണ്. അത് ഒരു പ്രശ്നമോ ഒരു അസ്വസ്ഥതയോ ഒരു രോഗപീഠയോ പ്രതിസന്ധിയോ ഒന്നും ഇല്ലാത്ത അവസ്ഥയല്ല. അത് പരിശുദ്ധാത്മാവ് നൽകുന്ന സമാധാനമെന്ന് പറയുന്നത് ആന്തരികമായ ശാന്തതയാണ്, സ്വസ്ഥതയാണ്. അത് മനസ്സിന്റെ സ്വസ്ഥമായ ഒരവസ്ഥയാണ്. പ്രതിസന്ധികളൊക്കെ ഉണ്ടാകും അല്ലെ, രോഗങ്ങൾ ഉണ്ടാകും, ആകുലതകൾ വരും പോകും. പക്ഷേ ഈ ഒരു പ്രതികൂല സാഹചര്യത്തിലും നമ്മുടെ മനസ്സിനെ സ്വസ്ഥമായിട്ട് വെക്കുവാൻ നമുക്ക് സാധിക്കണം. അതിഭയങ്കരമായ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴും, അതികഠിനമായ രോഗപീഠകളിലൂടെയും ഒക്കെ കടന്നു പോകുമ്പോഴും അവയെല്ലാം സ്വസ്ഥതയോടെ, മനസമാധാനത്തോടെ, ശാന്തതയോടെ നേരിടുവാനായിട്ട് നമുക്ക് സാധിക്കുന്നതിന്റെ കാരണം നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിന്റെ നിരന്തരമായ സാന്നിധ്യമുള്ളത് കൊണ്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളിൽ വന്നു നിറയണമേ, ഞങ്ങളിൽ സമാധാനം നിറയ്ക്കണമേ, മനസ്സിന് സ്വസ്ഥത നൽകണമേ, സമാധാനത്തിൽ നിലനിർത്തണമേ. ഉച്ചത്തിൽ വിളിച്ച് ഈശോയേ, ആത്മാർത്ഥതയോടെ വിളിച്ച്, സമാധാനം ആഗ്രഹിച്ച് വിളിച്ച്, ഭയഭക്തിയോടെ വിളിച്ച്, സമാധാനം ലഭിക്കുമെന്ന ബോധ്യത്തോടെ വിളിച്ച്, നമ്മുടെ എല്ലാ പ്രതിസന്ധികളും പരിഹരിക്കപ്പെടട്ടെ, മനസ്സിന് സ്വസ്ഥതയുണ്ടാകട്ടെ, മനസ്സിന് ശാന്തത ലഭിക്കട്ടെ,
ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ ജീവിതത്തിൽ ഈശോ എങ്ങനെയാണ് തൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ സമാധാനമെന്ന ആ കൃപ ആസ്വദിച്ചത് എന്നതിനെക്കുറിച്ച് നമ്മൾ പല പല ഉദാഹരണങ്ങൾ പറഞ്ഞ് പഠിച്ചതാണ്. ഈശോയുടെ ജീവിതത്തിലുണ്ടായ വേദനാജനകമായ പ്രതികൂല സാഹചര്യങ്ങളെയെല്ലാം ഈശോ ശാന്തതയോടെ നേരിട്ടു. ഈശോയുടെ ജീവിതത്തിലും പ്രശ്നങ്ങളുണ്ടായിരുന്നു അല്ലേ? പ്രതിസന്ധികളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ വിചാരിക്കണം നമ്മുടെ ജീവിതത്തിൽ മാത്രമാണ് വലിയ പ്രതിസന്ധികളെന്നൊക്കെ അല്ലെ. സംസാരിക്കുമ്പോഴല്ലേ എൻ്റെ ജീവിതത്തിൽ 100 പ്രശ്നങ്ങളാണ്, 100 പ്രശ്നങ്ങളാണ് അല്ലെ. എൻ്റെ അത്രയും പ്രശ്നം ഈ ലോകത്ത് വേറെ ആർക്കുമില്ല. അപ്പോൾ ഈശോ ദൈവപുത്രനായിരുന്നിട്ട് പോലും ഈശോയുടെ ജീവിതത്തിലെ പ്രതിസന്ധികളുണ്ടായിരുന്നു. വേദനാജനകമായ പ്രതിസന്ധികളിലൂടെ, ആകുലതകളിലൂടെ, മനോവിഷമത്തോടുകൂടെയൊക്കെ ഈശോ കടന്നുപോയിട്ടുണ്ട്. ഈശോയുടെ സമാധാനം നഷ്ടപ്പെട്ടോ? ഇല്ല. പ്രിയപ്പെട്ടവരെ, നമുക്കത് പാഠമാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഈശോ എങ്ങനെയാണ് ഈ പ്രതിസന്ധികളെ, ഈ വേദനകളെ, ഈ കുരിശുകളെ ഏറ്റെടുത്തത്, അത് നമുക്ക് ഓരോരുത്തർക്കും പാഠമാണ്. ഈ പാഠങ്ങളൊക്കെ നമ്മൾ മടക്കി വെച്ചിട്ട് നമ്മളിങ്ങനെ നമ്മുടെ പ്രയാസങ്ങളുമായിട്ട് ഇങ്ങനെ നടക്കും അല്ലെ, ആവലാതി പറഞ്ഞുകൊണ്ട്. പ്രിയപ്പെട്ടവരെ, ഈശോ ജീവിച്ചിരുന്നപ്പോൾ മാത്രമല്ല തൻ്റെ ശിഷ്യന്മാർക്ക് സമാധാനം ആശംസിച്ചത് അല്ലെ. നമ്മളതൊക്കെ പഠിച്ചു കഴിഞ്ഞതാ. ഈശോയുടെ മരണത്തിന് ശേഷം ഈശോ പുനരുത്ഥാനം ചെയ്ത് തൻ്റെ ശിഷ്യന്മാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമ്പോഴും എന്താ നൽകുന്നത്? നിങ്ങൾക്ക് സമാധാനം. അല്ലാതെ ആ മരണാനുഭവത്തെക്കുറിച്ചോ നമുക്കറിയില്ല. മരിച്ചു കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നല്ലേ? ആ മരണാനുഭവം ഒന്നും അല്ല ഈശോ പങ്കുവെച്ചത്. നിങ്ങൾക്ക് സമാധാനമുണ്ടാകട്ടെ, സ്വസ്ഥതയുണ്ടാകട്ടെ, അതാണ് ഈശോ പറഞ്ഞത്. അപ്പോൾ ഈശോ സമാധാനം നൽകുന്ന ആരെങ്കിലും ചോദിച്ചിട്ടാണോ? അല്ല, അത് ആവശ്യമാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ തൻ്റെ ശിഷ്യന്മാരും താൻ കടന്നു പോകുന്ന ഈ പ്രതിസന്ധികളിലൂടെയൊക്കെ അവരും കടന്നു പോകും. തൻ്റെ പാതകൾ തന്നെയാണ് ഈ ശിഷ്യന്മാരും പിന്തുടരുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് അവർക്ക് ആത്മധൈര്യം നൽകുന്നതിനും പ്രതിസന്ധികളിൽ അവരുടെ മനസ്സ് തളരാതിരിക്കുന്നതിനും വേണ്ടിയാണ് അവർ ആവശ്യപ്പെടാതെ സമാധാനം നൽകി അവരെ അനുഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, തെക്കേ അമേരിക്കയില് ചിലി, അർജന്റീന രാജ്യങ്ങളുടെ അതിർത്തിയിലാണ് ആൻഡീസ് പർവ്വതനിരകൾ. അവിടെ ക്രിസ്തുവിന്റെ ഭീമാകാരമായ ഒരു ലോഹ പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ പ്രതിമ സ്ഥാപിക്കുന്നതിന്റെ പിന്നിൽ ഒരു ചരിത്രമുണ്ട്. അതിങ്ങനെയാണ്: ചിലിയും അർജന്റീനയും തമ്മിൽ, 2 രാജ്യങ്ങളാണ്, വളരെ കാലം യുദ്ധത്തിലായിരുന്നു. ഇവർ തമ്മിലുള്ള യുദ്ധം അവസാനിക്കുന്നത് 1904-ലാണ്. യുദ്ധം അവസാനിച്ചു കഴിഞ്ഞപ്പോഴാണ് ആ യുദ്ധത്തിന്റെ കെടുതികളെക്കുറിച്ചും സംഭവിച്ച നാശനഷ്ടങ്ങളെക്കുറിച്ചും അതിന് തങ്ങൾ കൊടുക്കേണ്ടി വന്ന വിലയെക്കുറിച്ചും ഈ 2 രാജ്യങ്ങളും ബോധവാന്മാരായത്. യുദ്ധം നടക്കുമ്പോൾ എന്താണ് ചിന്ത? എങ്ങനെയെങ്കിലും ശത്രുവിനെ തറപറ്റിക്കുക, തോൽപ്പിച്ചു കീഴടക്കുക എന്നല്ലാതെ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങളെക്കുറിച്ചും കൊടുക്കേണ്ടി വരുന്ന വിലയെക്കുറിച്ചും അനുഭവിക്കേണ്ടി വരുന്ന ദുരിതങ്ങളെക്കുറിച്ചൊന്നും യുദ്ധത്തിലേർപ്പെടുന്ന ഒരു രാജ്യവും ശ്രദ്ധിക്കാറില്ല, ചിന്തിക്കാറില്ല. അല്ലെ, ഇപ്പോഴും യുദ്ധം നടന്നുകൊണ്ടിരിക്കുക. എന്തുമാത്രം നാശനഷ്ടങ്ങൾ നടക്കുന്നുണ്ട്. നമ്മൾ ദിവസവും പത്രത്തിൽ വായിക്കുന്നു, TV-യിൽ കാണുന്നു. പക്ഷെ യുദ്ധം അവസാനിക്കുന്നില്ല. ഇവിടെ ഈ അർജന്റീനയും ചിലിയും അവരുടെ യുദ്ധം അവസാനിച്ചപ്പോൾ ഇനിയൊരു യുദ്ധം ഉണ്ടാകരുതെന്ന് 2 രാജ്യങ്ങളും ആഗ്രഹിച്ചു. മാത്രമല്ല, സമാധാനത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് എപ്പോഴും തങ്ങളെ ബോധവാന്മാരാക്കാൻ പോന്ന എന്തെങ്കിലും ഒരു സ്മാരകമുണ്ടാക്കണമെന്ന് അവർ തീരുമാനിച്ചു.
സമാധാനത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് എപ്പോഴും തങ്ങളെ ബോധ്യപ്പെടുത്താൻ പോകുന്ന ഏതെങ്കിലും ഒരു സ്മാരകമുണ്ടാക്കണമെന്ന് അവർ തീരുമാനിച്ചു. നമുക്കുമൊക്കെ ആഗ്രഹമുണ്ടല്ലേ, സ്മാരകങ്ങളൊക്കെ. കുടുംബത്തിൽ സമാധാനം ലഭിക്കുമ്പോൾ ഒരു സ്മാരകം ഉണ്ടാക്കുന്ന ആഗ്രഹമില്ലേ? പക്ഷെ യുദ്ധം അവസാനിക്കണില്ല കുടുംബത്തിൽ, അല്ലെ? അമ്മായിയമ്മയായിട്ടുള്ള കലഹം അവസാനിക്കുന്നില്ല, നാത്തുമാർ തമ്മിലുള്ള കലഹങ്ങളും ഒക്കെ തീർന്നിട്ട് വേണം ഒരു സമാധാനത്തിന്റെ പ്രതിമ നമ്മുടെ കുടുംബത്തിലൊക്കെ സ്ഥാപിക്കാനായിട്ട്. ആഗ്രഹങ്ങളില്ല അതിന്. അപ്പോൾ അങ്ങനെ അവര് ഇങ്ങനെ ഒരു പ്രതിമ ഇങ്ങനെ ഒരു എന്താ പറയണ, ഒരു സ്മാരകം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ ചിന്തയിൽ വന്നത് ഇങ്ങനെയാണ്: യേശുവിന്റെ മരണശേഷം ഭയത്തോടുകൂടി കഴിഞ്ഞിരുന്ന ശിഷ്യന്മാർക്ക് സമാധാനം ആശംസിച്ചുകൊണ്ട് അവരുടെ മുമ്പിൽ പ്രത്യക്ഷനായ യേശുവിനെയാണ് അവർ ഓർത്തത്. സമാധാനത്തിന്റെ ഒരു പ്രതിമയാണല്ലോ. അപ്പോൾ അവരുടെ ചിന്തയിലേക്ക് വന്ന ഇതാണ്, സമാധാനം ആശംസിക്കുന്ന യേശുവിന്റെ ചിത്രമാണ് അവരുടെ മുമ്പിലേക്ക് വന്നത്. ഒടുവിൽ രണ്ട് രാജ്യക്കാരും ഒരു തീരുമാനത്തിലെത്തി. ഈ രണ്ട് രാജ്യക്കാരും യുദ്ധത്തിനു വേണ്ടി സ്വരുക്കൂട്ടിയ പീരങ്കി, വെടിയുണ്ടകൾ, മറ്റ് യുദ്ധസാമഗ്രികൾ എല്ലാം ശേഖരിച്ച് അവയെല്ലാം ഉരുക്കിയെടുത്ത് അതുകൊണ്ട് സമാധാന രാജാവായ ക്രിസ്തുവിന്റെ പ്രതിമയുണ്ടാക്കി ആൻഡീസ് പർവ്വതത്തിൽ സ്ഥാപിച്ചു. എന്നിട്ട് അവർ ആ പ്രതിമയുടെ ചുവട്ടിൽ ഇങ്ങനെ എഴുതി വെച്ചു: അർജന്റീനയും ചിലിയും തങ്ങളുടെ സംരക്ഷകനായ ക്രിസ്തുവിന്റെ മുമ്പാകെ ചെയ്ത വാഗ്ദാനമനുസരിച്ച് നിലവിൽ വന്ന സമാധാനം ഈ പർവ്വതനിര തകർക്കപ്പെടും വരെ നിലനിൽക്കും. വെറുതെ ഒരു പ്രതിമ കൊണ്ട് സ്ഥാപിക്കരുത്, ഒരു വാഗ്ദാനമൊക്കെ എടുത്തു, അല്ലെ? ഒരു ഉടമ്പടി അവരെടുത്തായിരുന്നു. അതായത് ഈ രണ്ട് രാജ്യങ്ങളും തങ്ങളുടെ സംരക്ഷകനായ യേശുവിന്റെ മുമ്പിൽ ചെയ്ത വാഗ്ദാനമനുസരിച്ച് നിലവിൽ വന്ന സമാധാനം എത്ര നാൾ നിലനിൽക്കുമെന്നാണ്? ഈ ആൻഡീസ് പർവ്വതനിരകൾ തകർക്കപ്പെടുന്നത് വരെ നിലനിൽക്കും. പ്രിയപ്പെട്ടവരെ, അവർ വില കൽപ്പിക്കുന്ന ഈ സമാധാനത്തിനൊരു ഗ്യാരണ്ടി ഉണ്ട്, അല്ലെ? ഈ പർവ്വതനിരകള് തകർക്കപ്പെടുന്നത് അത്രമാത്രമുള്ള അതിന്റെ ഗ്യാരണ്ടി പീരീഡ്. അപ്പോൾ എത്രയോ രാജ്യങ്ങൾ തമ്മിലാണ് ഇതുപോലെ സമാധാന കരാറിലൊക്കെ ഏർപ്പെട്ടിട്ടുള്ളത്. അവയെല്ലാം എത്ര പെട്ടെന്ന് തന്നെയാണ് ലംഘിക്കപ്പെട്ടിട്ടുള്ളതെന്നും നമുക്കറിയാം, ചരിത്രം നമുക്കറിയാവുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഇവയെല്ലാം മനുഷ്യർ വിഭാവന ചെയ്യുന്ന ലോകഗതി അനുസരിച്ചുള്ള സമാധാനമാണ്. സമാധാനത്തിന്റെ വെള്ളരിപ്രാവിനെ ആകാശത്തിലേക്ക് പറത്തിവിടാനും സമാധാനത്തിന്റെ പ്രതിമകൾ സ്ഥാപിക്കുവാനുമൊക്കെ എളുപ്പമാണ്. നെഞ്ചോട് നെഞ്ചു ചേർത്ത് ആലിംഗനം ചെയ്യാനും തോളോട് തോൾ ചേർന്ന് പരസ്പരം കൈകോർത്ത് സമാധാനം ആശംസിക്കാനും എളുപ്പമാണ്. എന്നാൽ ഇവയ്ക്കൊന്നും ശാശ്വതമായ സമാധാനം നൽകാൻ സാധിക്കില്ല എന്നതാണ് സത്യം. പ്രശ്നസങ്കീർണമായ ജീവിതത്തിൽ, പ്രതികൂല സാഹചര്യങ്ങളുടെ കൊടുങ്കാറ്റിൽ ജീവിതത്തിന് ശാന്തി തരുന്നത്, ഒരിക്കലും നശിക്കാത്ത ശാന്തി തരുന്നത് യേശുനാഥനാണ്. ആ സമാധാനം ലോകം തരുന്നത് പോലെയല്ല. യേശു നൽകുന്ന ആ സമാധാനം ഒരിക്കലും തകർക്കപ്പെടാത്ത സമാധാനമാണ്. അത് സമാധാനത്തിന്റെ പൂർണ്ണതയാണ്. അതുകൊണ്ടാണ് യേശു ശിഷ്യന്മാരോട് പറയുന്നത്, എന്റെ സമാധാനം നിങ്ങൾക്ക് നൽകുന്നു, ലോകം നൽകുന്നത് പോലെയല്ല ഞാൻ നൽകുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട. യോഹന്നാന്റെ സുവിശേഷം 14:27. പ്രിയപ്പെട്ടവരെ, ലോകം വിഭാവന ചെയ്യുന്ന സമാധാനത്തിനോ മനുഷ്യർ പരസ്പരം കൈമാറുന്ന, പരസ്പരം ആശംസിക്കുന്ന സമാധാനത്തിനോ നമ്മുടെ ചുറ്റുമുള്ളവരുടെ സഹതാപ വചനങ്ങൾക്കോ ഒന്നും നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് നമുക്ക് സമാധാനം നൽകുവാൻ സാധിക്കുകയില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം, അല്ലേ? നമ്മുടെ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരു ഉപദേശത്തിനൊക്കെ പരിധിയില്ലേ? പരിധിയുണ്ട്. ലോകത്തെ കീഴടക്കിയ
പ്രതിസന്ധികളിൽ സമാധാനം നഷ്ടപ്പെടാത്ത കർത്താവിന്റെ സമാധാനത്തിലാണ് നമ്മൾ ശാശ്വതമായ സമാധാനം കണ്ടെത്തി സ്വസ്ഥത അനുഭവിക്കേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആശ്വാസദായകനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്നു നിറയണമേ. ജീവിത ദുഃഖങ്ങളിൽ, പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഈശോയിൽ സമാധാനം കണ്ടെത്താൻ ഞങ്ങളെ പ്രേരിപ്പിക്കണമേ. അപ്പൊ നമ്മൾ സമാധാനം കണ്ടെത്തേണ്ടത് ഈശോയിലാണ്, മറ്റൊന്നിലുമല്ല. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കാരാഗൃഹത്തിൽ അടക്കപ്പെട്ട പൗലോസും സീലാസും പത്രോസും അനുഭവിച്ച പീഡനങ്ങളുടെ മധ്യേ അവർ അനുഭവിച്ച സമാധാനത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ആശംസിച്ച സമാധാനം അവരുടെ ഉള്ളിൽ അവർ കെടാതെ സൂക്ഷിച്ചിരുന്നത് കൊണ്ടാണ് ഈ ശിഷ്യന്മാർക്ക് പീഡനങ്ങൾ ഉണ്ടായപ്പോഴും അവരെ കാരാഗൃഹത്തിൽ അടച്ചപ്പോഴും സമാധാനത്തോടെ സ്വസ്ഥതയോടെ അവയൊക്കെ നേരിടാനായിട്ട് സാധിച്ചത്. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ, ക്രിസ്തു ഒരുവന്റെ ഉള്ളിൽ സ്ഥാനം പിടിക്കുമ്പോൾ, സഹനങ്ങളും പീഡനങ്ങളുമൊന്നും ഒരുവനെ തളർത്തുകയില്ല. മരണസമയത്ത് പോലും അതൊരുവന്റെ സ്വസ്ഥതയെ എടുത്തു കളയുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. സഭയിലെ ആദ്യത്തെ രക്തസാക്ഷിയായ വിശുദ്ധ സ്റ്റീഫൻ തന്റെ മരണസമയത്ത് എങ്ങനെയാണ് മനസമാധാനത്തോടെ മരണത്തെ അഭിമുഖീകരിച്ചതെന്ന് വേദപുസ്തകം രേഖപ്പെടുത്തുന്നുണ്ട്. തന്റെ ആത്മാവിനെ കർത്താവിന് ഭരമേൽപ്പിച്ച സ്റ്റെഫാനോസിന് പിന്നെ ജനക്കൂട്ടത്തെ ഭയപ്പെടേണ്ടി വന്നില്ല, അല്ലെ? ജനങ്ങളുടെ കയ്യിലിരിക്കുന്ന കല്ലിനെ ഭയപ്പെടേണ്ടി വന്നില്ല. അപ്പസ്തോല പ്രവർത്തനം 6-ാം അധ്യായം 8-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ സ്റ്റെഫാനോസിനെ കുറിച്ച് വായിക്കുന്നത് ഇങ്ങനെയാണ്. സ്റ്റീഫനെ കുറിച്ച് വചനം സാക്ഷ്യപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: സ്റ്റെഫാനോസ് കൃപാവരവും ശക്തിയും കൊണ്ട് നിറഞ്ഞ് പല അത്ഭുതങ്ങളും വലിയ അടയാളങ്ങളും ജനമധ്യത്തിൽ പ്രവർത്തിച്ചു എന്നാ പറയുന്നത്. സ്റ്റെഫാനോസിന്റെ ഉള്ളിൽ ആരുടെ ശക്തിയാ ഉണ്ടായിരുന്നത്? ആത്മാവിന്റെ ശക്തിയാ, ആത്മാവിന്റെ കൃപാവരമാണ്. അങ്ങനെയുള്ള വ്യക്തികളുടെ സമാധാനം ഒരിക്കലും നഷ്ടപ്പെടില്ല. അതുകൊണ്ട് സ്റ്റെഫാനോസിനോട് പ്രതിവാദത്തിലേർപ്പെട്ടവർക്ക് അവന്റെ സംസാരത്തിൽ വെളിപ്പെട്ട ജ്ഞാനത്തോടും ആത്മാവിനോടും എതിർത്ത് നിൽക്കുവാൻ കഴിഞ്ഞില്ല. കള്ളസാക്ഷികൾ സ്റ്റീഫനെതിരെ കുറ്റാരോപണം നടത്തുമ്പോൾ അവന്റെ മുഖം ഒരു ദൈവദൂതന്റെ മുഖം പോലെ കാണപ്പെട്ടു എന്നാ പറയുന്നത്. അപ്പോൾ വാദപ്രതിവാദങ്ങൾക്കും കുറ്റാരോപണങ്ങൾക്കുമൊന്നും സ്റ്റീഫന്റെ സമാധാനത്തെ നശിപ്പിക്കാൻ കഴിഞ്ഞില്ല. പ്രിയപ്പെട്ടവരെ, ഒന്ന് ചോദിച്ചോട്ടെ, നമുക്കെതിരായി ആരെങ്കിലും ഒരു കുറ്റാരോപണം നടത്തുമ്പോൾ, അല്ലെ, ഒരു വ്യാജമായ ആരോപണം നടത്തുമ്പോൾ നമ്മുടെ മുഖത്തിന്റെ ഭാവം എന്തായിരിക്കും? അല്ലെ, നമുക്ക് കാണില്ലല്ലോ, കണ്ണാടി എടുത്ത് നോക്കണ്ടേ, നമ്മുടെ മുഖഭാവം എങ്ങനെയായിരിക്കും? അപ്പോൾ ഇവിടെ സ്റ്റീഫന്റെ മുഖഭാവം എന്തായിരുന്നു? ദൈവദൂതനെ പോലെ കാണപ്പെട്ടു എന്നാ പറയുന്നത്. ആരാ കണ്ടത്? കല്ലെറിയാൻ നിൽക്കുന്ന ശത്രുക്കളാ കാണുന്നത്. സ്റ്റീഫന് കാണാൻ പറ്റില്ലല്ലോ. നമ്മുടെ മുഖം ഒരു ദൈവദൂതന്റെ മുഖം പോലെ കാണപ്പെടുമോ ഇങ്ങനെ ഒരു ആരോപണം വരുമ്പോ? സ്റ്റെഫാനോസ് ആത്മാവിന്റെ കൃപാവരവും ശക്തിയും കൊണ്ട് നിറഞ്ഞതായിരുന്നു. അതവന്റെ മുഖത്ത് പ്രതിഫലിച്ചിരുന്നു. നമ്മുടെ ഉള്ളിൽ എന്താണോ ഉള്ളത് അതാണ് നമ്മുടെ
മുഖത്ത് പ്രതിഫലിക്കുന്നത്. ഹാലേലുയ, ഹാലേലുയ. അപ്പസ്തോല പ്രവർത്തനം 7-ാം അധ്യായം 54 മുതൽ 60 വരെയുള്ള വേദവാക്യങ്ങളിൽ സ്റ്റെഫാനോസിന്റെ വധത്തെക്കുറിച്ച് പറയുന്നു. ഈ സ്റ്റീഫന്റെ ജീവിതത്തിലെ ഒരു ജീവൻ മരണ പോരാട്ടത്തിന്റെ സമയത്ത് സ്റ്റീഫൻ അനുഭവിക്കുന്ന സ്വസ്ഥതയും ശാന്തതയും പ്രിയപ്പെട്ടവരെ നമ്മെ അത്ഭുതപ്പെടുത്തുന്നതാണ്. അധികാരികൾ അവനെതിരെ കോപാക്രാന്തരാകുമ്പോൾ, അവനെതിരെ പല്ലുകടിച്ച് അവരുടെ വെറുപ്പും ദേഷ്യവും പ്രകടിപ്പിക്കുമ്പോൾ, അവനെ എറിയുവാനുള്ള കല്ലുമായി ജനക്കൂട്ടം പാഞ്ഞടുക്കുമ്പോൾ സ്റ്റീഫൻ അതൊന്നുമല്ല കാണുന്നത്. സ്റ്റീഫൻ കാണുന്നത് എന്താണ്? അവരുടെ ആക്രോശവും കയ്യിലെ കല്ലും അവരുടെ ദേഷ്യവും പല്ലുകടിയുമൊന്നുമല്ല സ്റ്റീഫൻ ശ്രദ്ധിക്കുന്നത്. അവന്റെ ശ്രദ്ധ മുഴുവൻ ഉന്നതമായ കാര്യങ്ങളിലായിരുന്നു. അല്ലേ? വചനം പറയുന്നതാണ്. സ്റ്റീഫന്റെ പ്രത്യാശ മുഴുവൻ ദൈവത്തിലായിരുന്നു. ഈ സ്റ്റെഫാനോസിന്റെ പ്രത്യാശ മുഴുവൻ സ്വർഗത്തിലായിരുന്നു. തന്നെ മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിലായിരുന്നു സ്റ്റീഫൻ സമാശ്വാസം കണ്ടെത്തിയത്. വചനം സാക്ഷ്യപ്പെടുത്തുന്നു, അവൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് സ്വർഗത്തിലേക്ക് നോക്കി ദൈവമഹത്വം ദർശിച്ചു എന്നാണ് വചനം പറയുന്നത്. മാത്രമല്ല, ദൈവത്തിന്റെ വലത്തുഭാഗത്ത് യേശു നിൽക്കുന്നത് കണ്ടു. അവൻ പറഞ്ഞു, ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു. പ്രിയപ്പെട്ടവരെ, സ്റ്റീഫന്റെ സ്ഥാനത്ത് നമ്മളായിരുന്നുവെങ്കിൽ നമ്മൾ എന്തായിരിക്കും കാണുക? അല്ലേ? അടുത്ത് നിൽക്കാൻ നമ്മളെ ആക്രമിക്കാൻ വരുന്നവന്റെ കയ്യിലുള്ള ആയുധങ്ങളിലേക്കും അല്ലെങ്കിൽ അവന്റെ മുഖത്തേക്കുമായിരിക്കും നമ്മൾ നോക്കുന്നത്. നമ്മുടെ മുഖഭാവം എന്തായിരിക്കും? നിന്നെ പിന്നെ കണ്ടോളാം, അല്ലെ? ഇതായിരിക്കും. പ്രിയപ്പെട്ടവരെ, സ്റ്റീഫൻ നോക്കുന്ന അതൊന്നുമല്ല. കല്ലറിയാമെന്നവരെ നോക്കുന്നില്ല, വ്യാജാരോപണം നടത്തുന്നവരെ നോക്കുന്നില്ല. സ്റ്റീഫന്റെ കണ്ണുന്നതങ്ങളിലേക്കാണ് ഉയർന്നിരിക്കുന്നത്. അവിടെ സ്വർഗം തുറന്നിരിക്കുന്നത് കാണുകയാണ്. ദൈവത്തിന്റെ വലത്തുഭാഗത്ത് യേശു നിൽക്കുന്നത് കാണും. ദൈവത്തിന്റെ മഹത്വമാണ് ദർശിക്കുന്നത്. അതാണ് സ്റ്റീഫനും നമ്മളും തമ്മിലുള്ള വ്യത്യാസം. ഇങ്ങനെയുള്ളൊരു പ്രതികൂല സാഹചര്യത്തിൽ നമ്മൾ എന്തായിരിക്കും പറയുക? ഒരു വൈദികൻ ഒരു മരണവിവരം അറിയിക്കാൻ പോയ ഒരു വീട്ടുകാരെ കുറിച്ച് ഒരിക്കലും പറഞ്ഞത് ഇങ്ങനെയാണ്. പണ്ടുകാലം, ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പാ, എല്ലാ വീടുകളിലും ഒന്നും ഫോണൊന്നുമില്ല. ഒരു വീട്ടിലെ ഒരു മകൻ മരിച്ചു. ഈ മരണവിവരം അച്ഛൻ്റെ മേടയിലാണ് ഫോണിൽ വന്നത്. അങ്ങനെ ആ മരണവിവരം മേടയുടെ തൊട്ടടുത്ത് തന്നെ, അച്ഛൻ്റെ പള്ളിക്കടുത്ത് തന്നെയായി വീട്. ആ വീട്ടിൽ പറയാനായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ ചാടി ഇറങ്ങി പുറത്ത് വീണിട്ട് പള്ളിയുടെ നേരെ നോക്കിയിട്ട് അസഭ്യം പറഞ്ഞു എന്നാ പറഞ്ഞത്. കേൾക്കാൻ കൊള്ളിയലാത്ത വചനങ്ങളൊക്കെ ദൈവത്തിനെതിരായിട്ട് പറഞ്ഞു എന്നാ പറയും. ഒരച്ഛൻ തന്റെ അനുഭവം വിവരിച്ചത്. ഒരു പ്രതികൂല സാഹചര്യമുണ്ടാകുമ്പോൾ നമ്മൾ പ്രതികരിക്കുന്നത് ഇങ്ങനെയാണ്. സ്റ്റീഫൻ പരാതി പറഞ്ഞില്ല. ഞാൻ ഇത്രമാത്രം വിശ്വസ്തനായിട്ട് ജീവിച്ചിട്ട് ഈ കല്ലുകളാണോ നീ എനിക്ക് സമ്മാനമായി തന്നത്? ഈ പീഡകളാണോ നീ എനിക്ക് വെച്ച് നീട്ടുന്നത്? സ്റ്റീഫൻ പരാതി പറഞ്ഞില്ല. സ്വർഗം തുറന്നു കണ്ടപ്പോൾ 2 ചോദ്യം ചോദിച്ചിട്ട് തന്നെ എന്ന് സ്റ്റീഫൻ ഒരിക്കലും വിചാരിച്ചില്ല. ആ ദൈവമഹത്വമാണ് ദർശിച്ചത്. ദൈവമഹത്വത്തിന്റെ മുമ്പിൽ നമ്മുടെ ഈ പീഡകളൊക്കെ ഒന്നും അല്ലാതായിത്തീരും. ഹല്ലേലൂയാ. അവന്റെ ദേഹത്ത്, സ്റ്റീഫന്റെ ദേഹത്ത് ഓരോ കല്ല് വന്നു വീഴുമ്പോഴും അവൻ വലിയ സ്വരത്തിൽ അപേക്ഷിച്ചു. അവൻ മുട്ടുകുത്തി അപേക്ഷിച്ചു, കർത്താവേ, ഈ പാപം അവരുടെ മേൽ ആരോപിക്കരുതേ. നമ്മൾ എന്ത് പറയും? അല്ലേ? നമ്മൾ തന്നെ ഏറ്റെടുക്കും അവന്റെ ശിക്ഷാവിധി. ഇത് കഴിയട്ടെ, കാണിച്ചു തരാം. നമ്മുടെ അധരങ്ങളിൽ നിന്ന് ഇപ്രകാരം ക്ഷമിച്ചുകൊണ്ടുള്ള
പ്രതികാരമില്ലാത്ത ഒരു പ്രാർത്ഥന ഉയരുമോ? സ്റ്റീഫന്റെ മരണവിനാഴികയിൽ പോലും അവൻ തന്റെ ശത്രുക്കളെ ഭയന്നില്ല, അവരുടെ കോപത്തെ ഭയന്നില്ല, അവരുടെ കയ്യിലിരിക്കുന്ന കല്ലുകളെ ഭയന്നില്ല, അവരുടെ ആക്രോശത്തിൽ അസ്വസ്ഥനായില്ല, ഭയപ്പെട്ട് ചെവി പൊത്തിയില്ല. അവന്റെ മനസ്സിന്റെ സ്വസ്ഥത നഷ്ടപ്പെട്ടില്ല, അവന്റെ സമനില തെറ്റിയില്ല. അവന്റെ പ്രത്യാശ മുഴുവൻ എവിടെയായിരുന്നു? ദൈവത്തിലായിരുന്നു. അവൻ ശാന്തനായി സ്വസ്ഥനായി പിതാവിന്റെ കരങ്ങളിൽ സുരക്ഷിതമായി തന്റെ ആത്മാവിനെ സമർപ്പിച്ച് മരിക്കുകയാണ് ചെയ്തത്. ഹല്ലേലൂയ! ഉച്ചത്തിൽ വിളിച്ചേ ഈശോയേ, സ്വരമുയർത്തി വിളിച്ചേ. ഈശോ നൽകുന്ന സമാധാനം ആഗ്രഹിച്ചു വിളിച്ചേ. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെ സമർപ്പിച്ചു വിളിച്ചേ. നമുക്കെതിരെ വ്യാജ ആരോപണങ്ങൾ നടത്തുന്നവരെ സമർപ്പിച്ചുകൊണ്ട് വിളിക്കട്ടെ. നമുക്കെതിരെ എല്ലാവിധത്തിലുള്ള തിന്മകൾ പ്രവർത്തിക്കുന്നവരെ സമർപ്പിച്ചുകൊണ്ട് വിളിച്ചേ. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ക്ഷമിച്ചുകൊണ്ട് വിളിക്കട്ടെ. നമ്മുടെ മനസ്സ് സ്വർഗം വരെ ഉയർത്തി വിളിക്കട്ടെ. ദൈവമഹത്വം ദർശിച്ചുകൊണ്ട് വിളിക്കട്ടെ. നമ്മെ പൂർണ്ണമായി ഈശോയുടെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് വിളിക്കട്ടെ. ഹല്ലേലൂയ! പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ, ഈശോയുടെ സാന്നിധ്യം നമ്മുടെ ഉള്ളിൽ നിറയുമ്പോൾ, നമ്മൾ അനുഭവിക്കുന്ന പീഡനങ്ങൾക്കും നമുക്കെതിരെ ഉയരുന്ന ആരോപണങ്ങൾക്കും നമ്മെ ഭയപ്പെടുത്തുവാനോ നമ്മെ തളർത്തുവാനോ സാധിക്കുകയില്ല. നമ്മുടെ മരണസമയത്ത് പോലും അത് നമ്മുടെ സ്വസ്ഥതയെ നശിപ്പിക്കുകയില്ല. നമ്മുടെ മുഖം ദൈവദൂതന്റേതുപോലെ ആയിത്തീരും. എപ്പോഴാ? ഉള്ളിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുണ്ടാകുമ്പോഴാണ്, ഈശോയുടെ സാന്നിധ്യം ഉള്ളിൽ നിറയുമ്പോഴാണ്. ഹല്ലേലൂയ! യൂറോപ്യൻ ചരിത്രത്തിലെ ഏറ്റവും പ്രശസ്തമായ പോരാളിയായിരുന്നു ജോവാൻ ഓഫ് ആർക്ക്. കേട്ടിട്ടുണ്ടോ? ഉണ്ട്. 1412 മുതൽ 1431 വരെ കേവലം 19 വർഷം മാത്രം നീണ്ടുനിന്ന ഹ്രസ്വമായ തന്റെ ജീവിതം കൊണ്ട് ലോകത്തെ കീഴടക്കിയവളാണ് ജോവാൻ ഓഫ് ആർക്ക്. ഈ ജോവാൻ ഓഫ് ആർക്കിന് ഈ വിശുദ്ധയ്ക്ക് ലഭിച്ച ദൈവീക വെളിപാടുകളെ വിശ്വാസത്തോടെ സ്വീകരിക്കുകയും ഒടുവിൽ മരണമുഖത്ത് നിൽക്കുമ്പോഴും മനസ്സിന്റെ സ്വസ്ഥത നഷ്ടപ്പെടാതെ വെറുമൊരു പുഞ്ചിരിയോടെ ദൈവഹിതത്തിന് ശിരസ് നമിച്ച പുണ്യവതിയായിരുന്നു ആര്? ജോവാൻ ഓഫ് ആർക്ക്. ഒരു സാധാരണ കർഷക കുടുംബത്തിലായിരുന്നു അവളുടെ ജനനം. അവളുടെ ജീവിതകാലം എന്ന് പറയുന്നത് ഫ്രാൻസും ഇംഗ്ലണ്ടും തമ്മിൽ നിരന്തരമായ ശീതസമരം നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ആ യുദ്ധത്തെ എന്തെന്നാ പറയുന്നത്? 100 years ഓഫ് വാർ അല്ലെ? ആരൊക്കെ തമ്മിലായിരുന്നു? ഫ്രാൻസും ഇംഗ്ലണ്ടും തമ്മിൽ. എത്ര വർഷം നീണ്ടുവെന്ന്? 100 വർഷമല്ല, 116 വർഷം. 1337 മുതൽ 1453 വരെ, അതായത് 116 വർഷം. പക്ഷെ ചരിത്രത്തിൽ അതിനെ വിശേഷിപ്പിക്കുന്നത് 100 years വാർ എന്നാണ് അല്ലെ? അപ്പോൾ ഇംഗ്ലീഷ് സൈന്യം ഫ്രാൻസിന്റെ തന്ത്രപ്രധാനമായ ചില പ്രദേശങ്ങളുടെ നിയന്ത്രണം പിടിച്ചെടുത്തു. ഫ്രഞ്ചുകാർക്ക് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായി. ഈ സമയത്താണ് വെറും 13 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ജോവാൻ ഓഫ് ആർക്ക് എന്ന ഈ പെൺകുട്ടിക്ക് സ്വർഗീയമായ വെളിപാടുകൾ ലഭിച്ചു തുടങ്ങുന്നത്. യുദ്ധത്തിൽ എന്ത് സംഭവിക്കുമെന്നുള്ള
അവളുടെ പ്രവചനങ്ങൾ യാഥാർത്ഥ്യമായത് മൂലം, നിറവേറിയത് മൂലം ചാൾസ് ഏഴാമൻ രാജാവും അതുപോലെ പ്രധാനപ്പെട്ട മറ്റുദ്യോഗസ്ഥരും അവളുടെ മാർഗനിർദ്ദേശങ്ങൾക്ക് വേണ്ടി കാതോർത്തിരുന്നു. ഓർലിയസ് എന്ന പ്രദേശം തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട സൈന്യത്തിന്റെ മേധാവിയായി രാജാവ് ജോവാൻ ഓഫ് ആർക്കിനെ നിയമിക്കുകയാണ്. അവളാകട്ടെ ഒരു പുരുഷവേഷത്തിൽ സൈന്യത്തിന്റെ മുമ്പിൽ നിന്ന് യുദ്ധം നയിക്കുകയും അങ്ങനെ വിജയം വരിക്കുകയും ചെയ്തു. എന്നാൽ പ്രിയപ്പെട്ടവരെ, ജോവാൻ ഓഫ് ആർക്ക് ബ്രിട്ടീഷ് സൈന്യത്തിന്റെ പിടിയിലകപ്പെടുകയും അവർ അവളെ ഒരു ദുർമന്ത്രവാദിനി എന്ന പേര് കുത്തി അവളെ ചുട്ടുകൊല്ലുകയും ചെയ്തു. പറഞ്ഞു വരുന്നത്, മരണത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോഴും അവൾക്ക് യാതൊരുവിധ അസ്വസ്ഥതയും ഉണ്ടായിരുന്നില്ല. അവളുടെ മുഖത്ത് സ്വസ്ഥതയുടെയും സംതൃപ്തിയുടെയും ഒരു മന്ദസ്മിതമുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ധീരതയോടെയുള്ള ആ പുഞ്ചിരിയുടെ അർത്ഥം ഇതായിരുന്നു: മരിക്കേണ്ടി വന്നാലും ഞാൻ അസ്വസ്ഥയാകുകയില്ല, ഞാൻ ദുഃഖിക്കുകയില്ല എന്നാണ് വിളിച്ചു പറയുന്നത്. ഞാൻ എൻ്റെ ജീവനേക്കാൾ സത്യത്തെ, ദൈവം എനിക്ക് തന്ന വെളിപാടുകളെ ഞാൻ ആദരിക്കുകയും അതിൽ ആനന്ദം കൊള്ളുകയും ചെയ്യുന്നു എന്നാണ് അവൾ ലോകത്തോട് വിളിച്ചു പറയുന്നത്. മരിക്കാൻ അവൾക്ക് ഭയമില്ലായിരുന്നു. 19ാമത്തെ വയസ്സിൽ തന്റെ ജീവിതം, ഈ ജീവിതം തീരുമല്ലോ എന്നോർത്ത് അവൾ ഒരിക്കലും ദുഃഖിച്ചില്ല. ശത്രുക്കളുടെ കാല് പിടിച്ച് രക്ഷപ്പെടുവാനും അവൾ തയ്യാറായില്ല. അവൾ ഒരിക്കലും ദുഃഖിച്ചു കരഞ്ഞില്ല. അവളുടെ മനസ്സിന്റെ സ്വസ്ഥതയും നഷ്ടപ്പെട്ടില്ല. കാരണം അവൾ ആനന്ദം കണ്ടെത്തിയത് സ്വന്തം ജീവനിലായിരുന്നില്ല, മറിച്ച് ദൈവത്തിലും ദൈവം തന്നെ ഏൽപ്പിച്ച കാര്യങ്ങളിൽ വിശ്വസ്തയോടെ അവസാന ശ്വാസം വരെ നിലനിൽക്കുക എന്നതിലുമായിരുന്നു. മരണത്തെ മുഖാമുഖം ദർശിച്ചപ്പോഴും തന്റെ ജീവിതത്തിന്റെ തിരശ്ശീല വീഴുകയാണെന്നറിഞ്ഞിട്ടും അവൾ സമാധാനത്തോടെ നിലകൊണ്ടു. അവളുടെ മനസ്സ് അസ്വസ്ഥമായില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവത്താൽ നയിക്കപ്പെടുന്നവർക്ക്, പരിശുദ്ധാത്മാവിന്റെ ആവാസമുള്ളവർക്ക്, അവർ നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികളിൽ അത് മരണമാണെങ്കിൽ പോലും അവർക്കൊരിക്കലും മനസമാധാനം നഷ്ടപ്പെടുകയില്ല. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. സമാധാനത്തിന്റെ രാജാവായവനേ, അങ്ങേക്ക് മഹത്വമുണ്ടാകട്ടെ. ഹല്ലേലൂയ. റോമാനഗരത്തിലുണ്ടായ തീപിടുത്തത്തിന്റെ കാരണക്കാർ ക്രിസ്ത്യാനികളാണെന്നാരോപിച്ച് റോമൻ ചക്രവർത്തിയായ നീറോ ക്രിസ്ത്യാനികൾക്കെതിരെ അതിക്രൂരമായ ഒരു മതപീഡനം അഴിച്ചുവിട്ടു. ഈ മതപീഡന കാലത്താണ് അന്നത്തെ സഭയുടെ തലവനാരാ പത്രോസ് ലീഹായെ നീറോയുടെ പടയാളികള് അറസ്റ്റ് ചെയ്ത് കാരാഗൃഹത്തിൽ അടയ്ക്കുന്നത്. പത്രോസിനെ വിചാരണ ചെയ്തുകൊണ്ട് നീറോ ചക്രവർത്തി കൽപ്പിച്ചു, ഇയാളെ കുരിശിൽ തറച്ചു കൊല്ലുക. തനിക്ക് കുരിശുമരണം വിധിച്ച നീറോ ചക്രവർത്തിയുടെ മുമ്പിൽ മരണഭയമില്ലാതെ, ഒട്ടും അസ്വസ്ഥനാകാതെ ശാന്തനായി നിന്നുകൊണ്ട് പത്രോസ് ഒരു അപേക്ഷ സമർപ്പിച്ചു. എന്താണ് അപേക്ഷ? തലകീഴായി കുരിശിൽ തറക്കണമെന്നാ പറഞ്ഞു. തന്റെ തലവെട്ടാനായിട്ട് നിൽക്കുമ്പോൾ അല്ലെ ഇത്രമാത്രം ശാന്തതയോടുകൂടി ഒരു അഭിപ്രായം പറയുക എന്ന് പറഞ്ഞാൽ ഒരു സജഷൻ കൊടുക്കുകയാണ്. എന്റെ ഗുരു കൊല്ലപ്പെട്ട പോലെ കൊല്ലപ്പെടാനുള്ള യോഗ്യത എനിക്കില്ല. എന്നെ തലകീഴായി കുരിശിൽ തറച്ചുകൊണ്ട് എന്റെ വധശിക്ഷ നടപ്പാക്കിയാലും. ഒരു സങ്കടഹർജിയാണ്. പീഡനങ്ങളേറ്റപ്പോഴും കാരാഗൃഹത്തിൽ അടച്ചപ്പോഴും
എങ്ങനെയാണോ ആ പീഡനങ്ങളെ അവയെല്ലാം പത്രോസ് നേരിട്ടത്, അതുപോലെ തന്നെ മരണത്തിന് വിധിക്കപ്പെട്ടിട്ടും ആ വിധിക്കും പത്രോസിന്റെ ഉള്ളിലുള്ള സമാധാനത്തെ എടുത്തു കളയാൻ, തകർക്കാൻ കഴിഞ്ഞില്ല. തന്നെ എങ്ങനെ വധിക്കണമെന്ന് പോലും ശാന്തനായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. കാരണം പത്രോസിന്റെ ഉള്ളിലുള്ളത് ഈശോയുടെ സമാധാനമാണ്, ഉള്ളിൽ പരിശുദ്ധാത്മാവിന്റെ നിറവാണ്. അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെ ഡയലോഗൊക്കെ പറയാൻ പറ്റുകയുള്ളൂ, അല്ലേ? നമ്മുടെ മുഖം എങ്ങനെയായിരിക്കും കൊല്ലാൻ നിൽക്കുമ്പോ? എന്നാ കൊല്ല്, അല്ലേ? ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആശ്വാസദായകനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്നു നിറയണമേ. ജീവിത ദുഃഖത്തിന്റെ സങ്കട സമയങ്ങളിൽ ഈശോയിൽ സമാധാനം കണ്ടെത്താൻ ഞങ്ങളെ പ്രേരിപ്പിക്കണമേ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാ? നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഇങ്ങനെ ഒഴിയാബാധ പോലെ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകും. അപ്പൊ ഇങ്ങനെയുള്ള പ്രാർത്ഥനകള് ആണ് നമ്മളെ ശക്തിപ്പെടുത്തുന്നത്, അല്ലെ? ഈശോയിൽ ആശ്രയിക്കാൻ വേണ്ടിയിട്ടാണ്. കുറെ നാൾ കഴിയുമ്പം മതപീഡനമൊക്കെ ഉണ്ടാകൂല, അല്ലെ? ഉണ്ടാകും. നമ്മളൊക്കെ മരിക്കാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാ. അപ്പോൾ ഈ പ്രാർത്ഥനയൊക്കെ ഇപ്പൊ ചൊല്ലിയാൽ അപ്പോഴെങ്കിലും ഉപകരിക്കും. പത്രോസിന്റെ കാര്യമൊക്കെ ഓർമ്മയുണ്ടാകണം, പറഞ്ഞു കൊടുക്കണം എങ്ങനെ മരിക്കണമെന്നൊക്കെ. ഹല്ലേലൂയ. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ ഷദ്രാക്, മെഷാക്, അബദ്നെഗോ എന്നീ 3 യുവാക്കളുടെ ഒരിക്കലും മറക്കാനാവാത്ത ധീരകഥ വിവരിക്കുന്നുണ്ട്. തങ്ങളുടെ ചെറിയ പ്രായത്തിൽ ബാബിലോണിലേക്ക് അടിമകളായി കൊണ്ടുവരപ്പെട്ട യഹൂദരായിരുന്നു ഇവർ. പക്ഷേ ദൈവകൃപയാൽ അവർ ബാബിലോണിൽ ഉന്നതാധികാരം കൈയാളുന്നവരായിത്തീർന്നു. അങ്ങനെ രാജാവിനാലും രാജസേവകന്മാരാലും ആദരിക്കപ്പെടുകയും അംഗീകരിക്കപ്പെടുകയും ചെയ്യുന്ന വ്യക്തികളായിട്ടവർ മാറി. സമ്പത്തും അധികാരവും അവരുടെ കൈകളിൽ അങ്ങനെ എത്തിച്ചേർന്നു. അങ്ങനെ ഇരിക്കെയാണ് നെബൂഖദ്നേസർ രാജാവ് 60 മുഴം ഉയരവും 6 മുഴം വണ്ണവുമുള്ള ഒരു സ്വർണ്ണ വിഗ്രഹമുണ്ടാക്കി രാജ്യത്ത് പ്രതിഷ്ഠിച്ചത്. എല്ലാവരും ആ സ്വർണ്ണ വിഗ്രഹത്തെ സാഷ്ടാംഗം പ്രണമിച്ചാരാധിക്കണമെന്ന് രാജകൽപ്പനയുണ്ടായി. എന്നാൽ ഷദ്രാക്കും മെഷാക്കും അബദ്നെഗോയും സത്യദൈവത്തെ മറന്ന് ഈ സ്വർണ്ണ വിഗ്രഹത്തെ ആരാധിക്കാൻ തയ്യാറായില്ല. രാജാവ് അവരെ വിളിച്ചു വരുത്തി ഭീഷണിയുടെ സ്വരത്തിൽ ആജ്ഞാപിച്ചു, നിങ്ങൾ ഈ വിഗ്രഹത്തെ താണു വീണ് ആരാധിക്കുന്നില്ലെങ്കിൽ നിങ്ങളെ എരിയുന്ന തീച്ചൂളയിലേക്ക് എറിഞ്ഞുകളയും. ഏതു ദേവൻ നിങ്ങളെ എന്റെ കരങ്ങളിൽ നിന്നും രക്ഷിക്കും? രാജാവിന്റെ ഉഗ്രശാസനത്തിന് മുമ്പിൽ അവർ പതറിയില്ല. അവർ ഒരിക്കലും ഭയപ്പെട്ടില്ല. അവരുടെ മനസമാധാനം നഷ്ടപ്പെട്ടില്ല. തങ്ങളുടെ വിശ്വസ്തത അവർ കൈവിടിഞ്ഞില്ല. അവരുടെ വിശ്വാസത്തിനൊരിക്കലും ബലം ക്ഷയം സംഭവിച്ചില്ല. രാജാവിന്റെ മുഖത്ത് നോക്കി അവർ ധീരതയോടെ പറഞ്ഞു, രാജാവേ, രാജാവേ, ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളുടെ ദൈവം എരിയുന്ന തീച്ചൂളയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ കഴിവുള്ളവനാണ്. അവിടുന്ന് ഞങ്ങളെ നിന്റെ കയ്യിൽ നിന്നും മോചിപ്പിക്കും. ഇക്കാര്യം കൂടി നീ അറിഞ്ഞുകൊള്ളുക, അവിടുന്ന് ദൈവം ഞങ്ങളെ മോചിപ്പിച്ചില്ലെങ്കിൽ പോലും ഞങ്ങൾ നിന്റെ ദേവന്മാരെയോ നീ നിർമ്മിച്ച സ്വർണബിംബത്തെയോ ആരാധിക്കുകയില്ല. നമ്മളാണെങ്കിൽ എന്തു പറയും? സ്വർണമെന്ന് കേട്ടാൽ മതി, അപ്പൊ തന്നെ. പ്രിയപ്പെട്ടവരെ, തങ്ങളെ മരണത്തിന് വിധിക്കുന്ന ക്രൂരനായ രാജാവിന്റെ മുമ്പിൽ അവരുടെ ധൈര്യം ചോർന്നു പോയില്ല. മരണത്തെ മുഖാമുഖം കണ്ടപ്പോഴും
അവരുടെ സമാധാനം, മനസമാധാനം, സ്വസ്ഥത നഷ്ടപ്പെട്ടില്ല. അവരുടെ തീരുമാനത്തിന് മാറ്റമുണ്ടായില്ല. ഒടുവിൽ 3 പേരും ബന്ധിതരായി ജ്വലിക്കുന്ന തീച്ചൂളയിലെറിയപ്പെട്ടപ്പോഴും അവർക്ക് യാതൊരുവിധ ഭാവഭേദവും ഉണ്ടായിരുന്നില്ല. കാരണം തങ്ങളുടെ ജീവൻ ദൈവ തൃക്കരങ്ങളിലാണെന്ന് അവർ അടിയുറച്ചു വിശ്വസിച്ചു. തങ്ങളുടെ ജീവൻ ആരുടെ കയ്യിൽ സുരക്ഷിതമാണെന്ന് വിശ്വസിച്ചു? ദൈവത്തിന്റെ കരങ്ങളിൽ. അവർ തീച്ചൂളയിൽ എന്ത് ചെയ്യുകയായിരുന്നു? തീ കായുകയായിരുന്നില്ല, അല്ലെ? കഞ്ഞിയും കറിയും വെച്ച് കളിക്കുകയായിരുന്നില്ല തീ കിട്ടിയപ്പോ. അവർ ദൈവത്തിന് കീർത്തനമാലപിച്ചുകൊണ്ടും കർത്താവിനെ സ്തുതിച്ചുകൊണ്ടും തീജ്വാലകളുടെ മധ്യേ നടന്നു. അഗ്നിയുടെ മധ്യത്തിൽ അവരുടെ അധരങ്ങൾ കർത്താവിനെ പുകഴ്ത്തി. പൗലോസും സീലാസും നമ്മൾ കണ്ടതാണല്ലേ? കാരാഗൃഹത്തിൽ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് ആ കാരാഗൃഹത്തിന്റെ ഉള്ളറയിൽ കഴിയുമ്പോൾ അവർ അവിടെ എന്ത് ചെയ്യുകയായിരുന്നു? ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. നമ്മൾ പഠിച്ചതാണ്. അപ്പസ്തോല പ്രവർത്തനം 16-ാം അധ്യായത്തിൽ നമ്മളത് കണ്ടു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവൻ ദൈവത്തിന്റെ കരങ്ങളിൽ സുരക്ഷിതമാണെന്ന് വിശ്വസിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സ്വർഗീയമായ സമ്മാനമാണ് പരിശുദ്ധാത്മാവിന്റെ ഫലമായ സമാധാനമെന്ന് പറയുന്നത്. നമ്മുടെ ജീവൻ ആരുടെ കയ്യിലാണ് സുരക്ഷിതമായിരിക്കുന്നത്? ദൈവത്തിന്റെ കയ്യിലാണ്. അത് നമുക്ക് നൽകുന്ന ഒരു സമാധാനമില്ല, മറ്റാരുടെയും കയ്യിലില്ല. അപ്പോൾ ആ സമാധാനത്തെ, അങ്ങനെ ലഭിക്കുന്ന ദൈവത്തിന്റെ കരങ്ങളിൽ എന്റെ ആത്മാവ് ഭദ്രമാണ്, അതിലൂടെ എനിക്ക് ലഭിക്കുന്ന ആ സമാധാനത്തെ ഈ ലോകത്തിന്റെ ഒരു ഏകാധിപതിക്കും, ഒരു മതപീഡകനും, ഒരു തീച്ചൂളയ്ക്കും, ഒരു ചങ്ങലയ്ക്കും, ഒരു കാരാഗ്രഹത്തിനും എടുത്തു കളയാൻ സാധിക്കുകയില്ല. മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ തന്നെ ബലിയായി സമർപ്പിച്ച് കുരിശിൽ കിടക്കുന്ന ഈശോയുടെ ഹൃദയത്തിൽ സമാധാനമുണ്ടാകാനുള്ള കാരണം, പ്രിയപ്പെട്ടവരെ, തന്നെ മരണത്തിൽ നിന്ന് പോലും രക്ഷിക്കാൻ കഴിയുന്ന പിതാവിൽ ഈശോ അടിയുറച്ച് വിശ്വസിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈശോ മരിച്ചപ്പോൾ എന്ത് പറഞ്ഞത്? പിതാവേ, എന്റെ ആത്മാവിനെ സമർപ്പിക്കുക. അവിടെയാണ് സുരക്ഷിതമായിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈശോയ്ക്ക് സമാധാനമായിട്ട് സ്വസ്ഥമായിട്ട് തലചായ്ച്ച് മരിക്കുവാൻ സാധിച്ചത്. സ്റ്റീഫനും അങ്ങനെയല്ലേ മരിച്ചത്? സ്വസ്ഥത. നമുക്ക് അസ്വസ്ഥതയാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ചോദിച്ചോട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, വിശ്വാസം പരീക്ഷിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ, അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മുടെ വിശ്വാസത്തിന്, നിങ്ങളുടെ വിശ്വാസത്തിന് എന്ത് സംഭവിക്കും? വിശ്വാസത്തെ പ്രതി ഒരു പീഡനമേൽക്കേണ്ടി വരുമ്പോൾ നിങ്ങളുടെ മാനസികമായ അവസ്ഥ എന്തായിരിക്കും? നിങ്ങളുടെ സ്വസ്ഥതയ്ക്ക് എന്ത് സംഭവിക്കും? നിങ്ങളുടെ ജീവന് ഭീഷണിയുണ്ടാകുമ്പോൾ, മരണകരമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുമോ? ഇവിടെ ആലയത്തിൽ ഫാൻ്റെ അടിയിലിരുന്ന് മഴയും വെയിലും ഒന്നും കൊള്ളാതെ ഇരുന്നിട്ട് സ്തുതിക്കണില്ല. പിന്നെയാണ് തീച്ചൂളയിൽ നമ്മൾ സ്തുതിക്കാൻ പോണത്, അല്ലേ? ഉച്ചത്തിൽ വിളിച്ച ഈശോയേ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവൻ ദൈവത്തിന്റെ കരങ്ങളിൽ സുരക്ഷിതമാണെന്ന് വിശ്വസിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സ്വർഗീയമായ സമ്മാനമാണ് പരിശുദ്ധാത്മാവിന്റെ ഫലമായ സമാധാനം. ഇത് നമ്മുടെ ഹൃദയത്തിൽ കുറിച്ചിട്ട് പഠിക്കേണ്ട, മനപ്പാഠം പഠിക്കേണ്ട വചനമാണ്. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. പൂർണ്ണ വിശ്വാസത്തോടെ വിളിച്ച് എല്ലാ പ്രതിസന്ധികൾക്കും പരിഹാരമായവനെ, ഞങ്ങളുടെ ആകുലതകളിൽ സമാശ്വാസം നൽകുന്നവനെ, ഞങ്ങളുടെ സങ്കടകാലത്ത് ഞങ്ങളുടെ കണ്ണുനീരൊപ്പുന്നവനെ, ഞങ്ങളുടെ കഷ്ടകാലങ്ങളിൽ കൂടെ വസിക്കുന്നവനെ,
ഞങ്ങളുടെ മനസ്സ് തളരുമ്പോൾ കൈപിടിച്ചുയർത്തുന്നവനെ, മാനസിക പിരിമുറുക്കങ്ങളിൽ സമാധാനം നൽകുന്നവനെ, ഞങ്ങളുടെ ബലഹീനതയിൽ ബലമേകുന്നവനെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്ക് കണ്ണുകളടക്കാം. നമ്മുടെ ക്ലാസ് അവസാനിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നൽകുന്ന സമാധാനം നമ്മുടെ ഉള്ളിൽ നിന്ന് എടുത്തു കളയാൻ ഈ ലോകത്തിലെ ദുരിതങ്ങൾക്കോ ഈ ലോകത്തിന്റെ ക്ലേശങ്ങൾക്കോ രോഗങ്ങൾക്കോ പീഡനങ്ങൾക്കോ ചങ്ങലകൾക്കോ കാരാഗൃഹത്തിനോ ഒന്നും സാധിക്കുകയില്ല. കാരണം അത് ഈശോ നൽകുന്ന സമാധാനമാണ്. അത് ഈശോയുടെ സമാധാനമാണ്. ആ സമാധാനം ശാശ്വതമായ സമാധാനമാണ്. ആത്മാവിനാൽ നയിക്കപ്പെടുന്നവർക്ക് അവരുടെ ജീവിത പ്രതിസന്ധികളിൽ, അവരുടെ ജീവിതത്തിന്റെ ഭയപ്പാടുകളിൽ, ജീവിതത്തിന്റെ അസ്വസ്ഥതകളിൽ ഒരിക്കലും ആ സമാധാനം നഷ്ടപ്പെടുകയില്ല. മരണത്തെ മുന്നിൽ കണ്ടപ്പോഴും ഭയപ്പെടാതെ സമാധാനത്തോടെ അവയെ നേരിട്ട പത്രോസും പവലോസും സ്റ്റെഫാനോസും വിശുദ്ധ ജോവാൻ ഓഫ് ആർക്കും തീച്ചൂളയിലെ 3 യുവാക്കളും നമുക്ക് മാതൃകാ പാഠങ്ങളാണ്. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ഈശോയേ, അങ്ങയുടെ സമാധാനം ഞങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. ആകുലതകളിൽ, അസ്വസ്ഥതകളിൽ അങ്ങയുടെ സമാധാനം ഞങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. അങ്ങയുടെ സമാധാനം ഞങ്ങളിൽ നിത്യം നിലനിൽക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം.